Good morning. Good morning. Good morning. ആരും കേൾക്കുന്നില്ലേ? Good morning, ma'am. Good morning. Okay. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ മെഡിക്കൽ റെക്കോർഡ്സ് ഏതൊക്കെ ക്ലിനിക്കൽ ഡാറ്റാസ് ആണ് ഹോസ്പിറ്റൽസിൽ മെയിൻറ്റെയിൻ ചെയ്യാന്നാണ് എടുത്തുകൊണ്ടിരുന്നത് അല്ലെ? അപ്പൊ അതിൽ നമ്മൾ ഒരു 22 മെഡിക്കൽ റെക്കോർഡ്സുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റെക്കോർഡുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഫോമും റെക്കോർഡും നമ്മൾ അതിൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ നമ്മൾ അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡ് പറഞ്ഞു. അഡ്മിഷൻ ഡിസ്ചാർജ് റെക്കോർഡ് അഡ്മിറ്റ് ചെയ്യുന്നത് പേഷ്യന്റ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് അഡ്മിഷൻ റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്യാനുള്ള അധികാരം അല്ലെങ്കിൽ അത് എഴുതാനുള്ള അധികാരം ആർക്ക് മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു? അറ്റൻഡിങ് ഫിസിഷ്യന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. എല്ലാ പ്രൊസീജിയേഴ്സും എന്ന് വെച്ചാൽ എല്ലാ ഡയഗ്നോസും പ്രൊസീജിയേഴ്സും ഫുള്ളായിട്ട് വിത്തൗട്ട് സിംബൽസ് ആൻഡ് അബ്രിയേഷൻ, ചുരുക്കെഴുത്തുകളോ ഒന്നുമില്ലാണ്ട് വ്യക്തമായിട്ട് എന്താണ് ആ പേഷ്യന്റിന്റെ അസുഖം, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തെന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് മെഡിക്കൽ ഹിസ്റ്ററി ആണ്. നമ്മൾ പേഷ്യന്റിനെ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് അവരുടെ കുറെ ഡാറ്റാസ് നമ്മൾ എന്ത് ചെയ്യും? കളക്ട് ചെയ്യുന്നു. നമ്മൾ ഫിസിഷ്യൻ യൂസ് ടു എസ്റ്റാബ്ലിഷ് പ്രൊഫഷണൽ ഡയഗ്നോസ്, എന്താണ് ആ പേഷ്യന്റിന്റെ അസുഖം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അതേപോലെ എന്താണ് അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ചീഫ് കംപ്ലൈന്റ്, എന്താണ് പ്രസന്റ് ഇൽനസ്, എന്താണ് അസുഖം, ഇപ്പോഴത്തെ അസുഖം എന്താണ്, മുമ്പ് എന്തെങ്കിലും അസുഖം വന്നിട്ടുള്ള ആളാണോ, ഫാമിലിയിൽ ആർക്കെങ്കിലും ഇതേപോലത്തെ അസുഖം ഉണ്ടായിട്ടുണ്ടോ, അതേപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ആ പേഷ്യന്റിനോട് ചോദിച്ച് അദ്ദേഹത്തിന്റെ മെഡിക്കൽ ഹിസ്റ്ററി നമ്മൾ എന്ത് ചെയ്യും? മനസ്സിലാക്കും. എന്നിട്ട് ആ മെഡിക്കൽ ഹിസ്റ്ററി റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് അല്ലെങ്കിൽ പേഷ്യന്റിനെ കുറിച്ചിട്ടുള്ള എന്താ പറയാ മുമ്പത്തെ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നത് എവിടെയാണ്? മെഡിക്കൽ ഹിസ്റ്ററിയിലാണ്. ഇത്രയും കാര്യങ്ങൾ അഡ്മിഷൻ ഡിസ്ചാർജ് റെക്കോർഡ് മെഡിക്കൽ ഹിസ്റ്ററി മാത്രമാണ് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്. നെക്സ്റ്റ് ആണ് ഫിസിക്കൽ എക്സാമിനേഷൻ. നമ്മൾ ഡോക്ടർ എന്ത് ചെയ്യും? ആ പേഷ്യന്റിനെ ഫിസിക്കലി എക്സാമിൻ ചെയ്യും. പേഷ്യന്റ് പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും അസുഖമുണ്ടോ അല്ലെങ്കിൽ എന്താണ് ആ പേഷ്യന്റ് ഇപ്പോഴത്തെ കണ്ടീഷൻ എന്നൊക്കെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഫിസിക്കലി എക്സാമിൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ടു പ്രൊവൈഡ് ബേസ് ലൈൻ ഡാറ്റ about the patient to help the physician, the physician in deciding diagnosis. നമ്മുടെ പേഷ്യന്റിന്റെ അസുഖം എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു ബേസ് ലൈൻ, ഒരു അടിസ്ഥാനപരമായി നമ്മൾ എന്ത് ചെയ്യണം? പേഷ്യന്റിനെ വിലയിരുത്തേണ്ടി വരും. ഫിസിക്കലി നമ്മൾ എക്സാമിൻ ചെയ്തിട്ടുണ്ട്. The examination should include all the body systems. The examination എന്ന് പറയുമ്പോൾ ഫുൾ ബോഡി, ആ പേഷ്യന്റ് ഫുൾ ബോഡി നമ്മൾ എക്സാമിൻ ചെയ്യാറുണ്ട്. The degree of details reveals എന്തിന്റെ ബേസിലാണ് degree of details? ഏജ്, സെക്സ് ഓഫ് ദ പേഷ്യന്റ്, പേഷ്യന്റ് സിംറ്റംസ് എന്തൊക്കെയാണ്, നമ്മുടെ ഫിസിഷ്യൻസ് എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്, അതേപോലെ ലാബിലൊക്കെ ടെസ്റ്റ് ചെയ്തതിന്റെ റിസൾട്ടിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായതെന്നൊക്കെയാണ് സാധാരണയായിട്ട് ഫിസിക്കൽ എക്സാമിനേഷനിൽ എന്ത് ചെയ്യാറ്? എഴുതാറ്. നമ്മള് പേഷ്യന്റിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് പേഷ്യൻസിനെ ഫിസിക്കലി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? എക്സാമിൻ ചെയ്യാറുണ്ട്. പേഷ്യൻസിന് സിംറ്റംസ് എന്താണ്, ഫിസിക്കൽ ഫൈൻഡിങ്സ്, അതേപോലെ ലാബിൽ നിന്ന് ടെസ്റ്റ് ചെയ്തിട്ടുള്ള റിസൾട്ടിന്റെ ഒരു എന്താ പറയുക ബേസിൽ നമ്മൾ പേഷ്യന്റ് ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തിയ ആ ഒരു രീതിയിലും ഫിസിഷ്യൻ എന്താണ്, എന്ത് ഡീറ്റെയിൽസ് ആണ് ഇതിൽ നിന്ന് മനസ്സിലായെന്നാണ് ഫിസിക്കൽ എക്സാമിനേഷനിൽ സാധാരണയായിട്ട് എഴുതാറ്. നെക്സ്റ്റ് ആണ് ഫിസിഷ്യൻ ഓർഡർ. നമ്മൾ സാധാരണയായിട്ട് ഫിസിഷ്യൻസ് പേഷ്യന്റിനോ അല്ലെങ്കിൽ അവിടുത്തെ നേഴ്സിനോ വർക്കിംഗ് സ്റ്റാഫിനോ അല്ലെങ്കിൽ മറ്റു സ്റ്റാഫുകൾക്കോ ഇത് ഓറലായിട്ടോ റിട്ടേൺ ആയിട്ടോ ഓർഡേഴ്സ് കൊടുക്കാറുണ്ട്. ചിലപ്പോൾ നമ്മൾ പേഷ്യന്റ് റെക്കോർഡിൽ തന്നെ എഴുതി കൊടുക്കും, അല്ലെങ്കിൽ ഓറലായിട്ട് വാമൊഴിയാൽ പറയും. പേഷ്യന്റിന് ട്രിപ്പ് കൊടുക്കാനൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഫിസിഷ്യൻ കൊടുക്കുന്ന ഓറലായിട്ടോ റിട്ടേൺ ആയിട്ടോ കൊടുക്കുന്ന ഓർഡേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിസിഷ്യൻ ഓർഡർ എന്ന് പറയുന്നത്. The written or oral order connecting the attending physician directly to the nurse and auxiliary services and concerning all the medication and the treatment of the patients. Plus patients in കൊടുക്കുന്ന orders written ആവട്ടെ oral ആവട്ടെ
ഒന്നുകിൽ പേഷ്യന്റിനായിരിക്കും അല്ലെങ്കിൽ നേഴ്സിനായിരിക്കും. ഓക്സിലറി സർവീസ് എന്ന് പറഞ്ഞാൽ അവിടെ സഹായിക്കാനായിട്ടുള്ള സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് കൊടുക്കുന്ന ഓർഡേഴ്സ് ആവട്ടെ. ചിലപ്പോൾ മെഡിസിനെ കുറിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ടായിരിക്കും ഈ ഓർഡേഴ്സ് അല്ലെങ്കിൽ റിട്ടേൺ ഓർഡേഴ്സ് അല്ലെങ്കിൽ ഓവർ ഓർഡേഴ്സ്. അപ്പൊ ഈ കൊടുക്കുന്ന ഓർഡറുകൾ നമ്മൾ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? ഫിസിഷ്യൻ ഓർഡേഴ്സ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ ഫിസിഷ്യൻ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് സജസ്റ്റ് ചെയ്താലോ എന്തെങ്കിലും മെഡിസിൻസ് സജസ്റ്റ് ചെയ്താലോ അത് റിട്ടേൺ ആവട്ടെ അത് ഓറൽ ആവട്ടെ. റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെഡിക്കൽ റെക്കോർഡിൽ എഴുതിയാണ് കൊടുക്കുന്നതെങ്കിൽ, ഓറൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാമൊഴിയാലെ പറയില്ലേ. ഞാനിപ്പോ വാമൊഴിയാലെ ഒരു കാര്യം പറയാണ്, ഈ പേഷ്യന്റ് ട്രിപ്പ് കൊടുക്കണം അല്ലെങ്കിൽ ഈ പേഷ്യന്റ് ഇന്ന മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തോ എന്ന് പറയുകയാണെങ്കിൽ അത് വാമൊഴിയാലെ പറയുന്നതാണ്. അപ്പൊ അങ്ങനെ വരുന്ന ഓർഡേഴ്സിനെ നമ്മൾ എന്തായിട്ട് കണക്കാക്കും? ഫിസിഷ്യൻ ഓർഡേഴ്സ് ആയിട്ട് കണക്കാക്കും. നെക്സ്റ്റ് ആണ് പ്രോഗ്രസ് നോട്ട്. പ്രോഗ്രസ് നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്ത് പേഷ്യന്റ് ഇൽനെസ് എന്താണെന്ന് കണ്ടെത്തി, അതേപോലെ അതിന്റെ കാരണം എന്താണെന്ന് കണ്ടെത്തും, ആ ട്രീറ്റ്മെന്റിനോട് പേഷ്യന്റ് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ആ പേഷ്യന്റ് അവസ്ഥ എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് സാധാരണയായിട്ട് എന്താണ് പ്രോഗ്രസ് നോട്ടിൽ എഴുതാറ്. ഈ പേഷ്യന്റ് അഡ്മിറ്റ് ആവാനുണ്ടായ കാരണം മുതൽ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ആ പേഷ്യന്റ് അവസ്ഥ വരെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എന്തെല്ലാം എഴുതിയിട്ടുണ്ടാവും? പ്രോഗ്രസ് നോട്ടിൽ എഴുതിയിട്ടുണ്ട്. ഈ പ്രോഗ്രസ് നോട്ട് എഴുതി തയ്യാറാക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? അറ്റൻഡിങ് ഫിസിഷ്യന് മാത്രമാണ്. പ്രോഗ്രസ് നോട്ട് ആർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ? തയ്യാറാക്കാൻ പറ്റുള്ളൂ? അറ്റൻഡിങ് ഫിസിഷ്യന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഇതില് അഡ്മിഷൻ നോട്ട് ഉണ്ട്. അഡ്മിഷന്റെ സമയത്ത് പേഷ്യന്റിന്റെ കോഴ്സ് അല്ലെങ്കിൽ പേഷ്യന്റ് എന്ത് അസുഖം കൊണ്ടാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടുണ്ടാവും. എന്തൊക്കെയാണോ ആ സമയത്തുള്ള സിംറ്റംസ്, എന്തായിരുന്നു അദ്ദേഹത്തിന്റെ മെഡിക്കൽ കണ്ടീഷൻ. ഈ ഫോളോ അപ്പ് നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രീറ്റ്മെന്റിനോട് എങ്ങനെയാണ് ആ പേഷ്യന്റ് പ്രതികരിച്ചത്, അതാണ് ഫോളോ അപ്പ് നോട്ടിൽ കൊടുക്കുന്നത്. നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് ആണ് കൊടുത്തത്, ആ ട്രീറ്റ്മെന്റിന്റെ സമയത്ത് പേഷ്യന്റിന്റെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു. നെക്സ്റ്റ് ഫൈനൽ നോട്ട് എന്ന് പറയുന്നത് ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന സമയത്ത് പേഷ്യന്റിന്റെ അവസ്ഥ എങ്ങനെയാണ്, സ്റ്റാറ്റസ് എങ്ങനെയാണെന്നുള്ളതാണ് ഇതിൽ വരുന്നത്, ഡിസ്ചാർജ് നോട്ടിൽ വരുന്നത്. നോക്കാം കേട്ടോ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് it is related to the causes of the patient illness, respond to the treatment and status on discharge. അപ്പൊ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ട്രീറ്റ്മെന്റിനുള്ള കോഴ്സ് അല്ലെങ്കിൽ പേഷ്യന്റിന്റെ അസുഖത്തിനുള്ള കാരണം, അതേപോലെ പേഷ്യന്റ് റെസ്പോൺസ്, ട്രീറ്റ്മെന്റിനോടുള്ള പ്രതികരണം, അതേപോലെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് പേഷ്യന്റിന്റെ അവസ്ഥ സ്റ്റാറ്റസ് എങ്ങനെയാണ്, അസുഖം പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ. The attending physician is responsible for the completion of progress note. ആർക്കാണ് ഈ പ്രോഗ്രസ് നോട്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള അധികാരമുള്ളത്? അറ്റൻഡിങ് ഫിസിഷ്യന് മാത്രമാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ അഡ്മിഷൻ നോട്ട്, ഫോളോ അപ്പ് നോട്ട് ആൻഡ് ഫൈനൽ നോട്ട്. അപ്പൊ നമ്മൾ പ്രോഗ്രസ് നോട്ട് മൂന്നായിട്ട് നമ്മൾ മൂന്നും കൂടിയതാണ് പ്രോഗ്രസ് നോട്ട് എന്ന് പറയുന്നത്. അഡ്മിഷൻ നോട്ടിലാണ് അഡ്മിഷൻ ടൈമിലുള്ള പേഷ്യൻസിന്റെ എന്താ പറയാ പേഷ്യന്റെ കോഴ്സ്, ഇൽനെസ്സിനുള്ള കാരണങ്ങള്, അതേപോലെ തന്നെ എന്തൊക്കെ പ്രശ്നം കൊണ്ടാണ് ആ പേഷ്യന്റ് അഡ്മിറ്റ് ആയത്, ആ പേഷ്യന്റെ അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് ആ സമയത്ത് നമുക്ക് അഡ്മിഷൻ ചെയ്യുമ്പോൾ അഡ്മിറ്റ് ചെയ്യുമ്പോൾ പേഷ്യന്റെ കണ്ടീഷൻസ് ഒക്കെ എന്തിലുണ്ടാവും? അഡ്മിഷൻ നോട്ടിൽ ഉണ്ടാവും. ഫോളോ അപ്പ് നോട്ടിലാണ് സാധാരണയായിട്ട് നമ്മളുടെ ട്രീറ്റ്മെന്റിനോടുള്ള പ്രതികരണം, ആ ഡീറ്റെയിൽസ് ഒക്കെ എന്തിലുണ്ടാവും? ഫോളോ അപ്പ് നോട്ടിലുണ്ടാവും. ഫൈനൽ നോട്ട് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന നോട്ടാണ് ആ പേഷ്യന്റിന് ഡിസ്ചാർജ് ചെയ്യുമ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ്. The admission note consists of general condition of the patient at the time of admission. അഡ്മിഷൻ നോട്ട് ഞാൻ പറഞ്ഞാണ് അഡ്മിഷൻ ടൈമിൽ എങ്ങനെയാണ് പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്താണ് ഡിസ്പ്ലേ അല്ലെങ്കിൽ പറയുന്നതാണ് ഇത് അഡ്മിഷൻ നോട്ട്. ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ എക്സാമിനേഷൻ ആർ മാർക്കഡ് ഹിയർ. നമ്മൾ ഹിസ്റ്ററിയും അതേപോലെ തന്നെ ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്തിട്ട് എന്താണ് നമുക്ക് മനസ്സിലായി എന്നുള്ളത് നമ്മൾ എവിടെ മാർക്ക് ചെയ്യും? പ്രോഗ്രസ് നോട്ടിൽ മാർക്ക് ചെയ്യും. Progress note include all the treatment provided and patient response to each. അതേപോലെ ഫോളോ അപ്പ് നോട്ട് ഉണ്ടല്ലോ. ഫോളോ അപ്പ് നോട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും? നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് പേഷ്യന്റ് കൊടുത്തത്, ആ ട്രീറ്റ്മെന്റിനോട് പേഷ്യന്റിനുള്ള റെസ്പോൺസ് എങ്ങനെയായിരുന്നു, പേഷ്യന്റ് നല്ല രീതിയിലാണ് റെസ്പോണ്ട് ചെയ്തത്, ആ കാര്യങ്ങളൊക്കെ എന്തിലുണ്ടാവും? പ്രോഗ്രസ് നോട്ടിൽ ഉണ്ടാവും. നമ്മൾ ഇന്ന് പറഞ്ഞത് എന്തൊക്കെയാണ്? അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡ് പറഞ്ഞു, മെഡിക്കൽ ഹിസ്റ്ററി പറഞ്ഞു, ഫിസിക്കൽ എക്സാമിനേഷൻ പറഞ്ഞു, ഫിസിഷ്യൻസ് ഓർഡർ പറഞ്ഞു, പ്രോഗ്രസ് നോട്ട് പറഞ്ഞു. ജസ്റ്റ് എല്ലാവരും ഒന്ന് വായിച്ചേ. ഇപ്പൊ ജോയിൻ ചെയ്തവരൊക്കെ ഒന്ന് വായിച്ചേ.
എല്ലാവരും വായിക്കാട്ടോ. ആദ്യം മുതൽ അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡ് മുതൽ വായിച്ചോട്ടെ എല്ലാവരും. വായിച്ചു നോക്കിയോ? വായിച്ചു നോക്കിയോ? ഞാൻ ഈ പറഞ്ഞ 5 റെക്കോർഡുകളും വായിച്ചു നോക്കിയാ നിങ്ങള്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, നെക്സ്റ്റ് റെക്കോർഡാണ് നമ്മൾ പറയണത്. പാത്തോളജി പാത്തോളജി റിപ്പോർട്ട് പറയുന്നത് നമ്മൾ എന്തെങ്കിലും നമ്മുടെ രോഗത്തെ കുറിച്ചിട്ട് അതിന്റെ രോഗ സ്വഭാവത്തെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അതിന്റെ ലക്ഷണങ്ങളെ കുറിച്ചിട്ട് പഠിക്കുന്ന ഒരു എന്താ പറയാ ഒരു പഠിക്കുന്ന ഒരു വിഭാഗം തന്നെയാണ് പാത്തോളജി എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ എന്താണ് എന്തെങ്കിലും സർജറിയോ അല്ലെങ്കിൽ പേഷ്യന്റ് ഒരു സർജിക്കൽ പ്രൊസീജിയേഴ്സ് എന്തെങ്കിലും ചെയ്തിട്ട് അതിൽ ആ സർജറി ചെയ്ത് റിമൂവ് ചെയ്യുന്ന ടിഷ്യൂ ഉണ്ടല്ലോ, ആ ടിഷ്യൂ നമ്മൾ എന്ത് ചെയ്യും? ആ ടിഷ്യൂ നമ്മൾ മറ്റുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്ത് നമ്മുടെ ബോഡിക്ക് ഹാർംഫുൾ ആണോ ദോഷകാരിയാണോ അല്ലയോ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ടെസ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പാത്തോളജിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. പാത്തോളജിക്കൽ അനാലിസിസ് സാധാരണയായിട്ട് ക്യാൻസർ ഒക്കെ കണ്ടുപിടിക്കാനായിട്ടാണ് ബയോപ്സി ഒക്കെ ചെയ്യാറ്. ബയോപ്സി ഇസ് ആൻ എക്സാമ്പിൾ ഫോർ പാത്തോളജിക്കൽ പ്രൊസീജിയർ. പാത്തോളജിക്കൽ പ്രൊസീജിയറിന്റെ ഒരു എക്സാമ്പിൾ ആണ് ബയോപ്സി എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം ടിഷ്യൂസിനെ കുറിച്ചിട്ട് ആ ടിഷ്യൂല് എന്തെങ്കിലും രോഗ സ്വഭാവം ഉണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ് എന്ത്? പാത്തോളജിക്കൽ അനലൈസിസ് എന്ന് പറയുന്നത്. അനലൈസ് ചെയ്തിട്ടുള്ള ആ റിപ്പോർട്ടിനെ, അതിൽ നിന്നുള്ള റിസൾട്ടിനെയാണ് നമ്മൾ പാത്തോളജി റിപ്പോർട്ട് പറയുന്നത്. മൈക്രോസ്കോപ്പിക് ആൻഡ് മാക്രോസ്കോപ്പിക് description of tissue expelled, removed from the patient during the time of surgery or specialized procedure. നമ്മൾ ഈ പാത്തോളജി റിപ്പോർട്ടിൽ എന്താ ഇൻക്ലൂഡ് ചെയ്യുന്നത്? മൈക്രോസ്കോപ്പിക് ആൻഡ് മാക്രോസ്കോപ്പിക് ഡിസ്ക്രിപ്ഷൻ ആണ് നമ്മൾ ആ ടിഷ്യൂ നമ്മുടെ ബോഡിയിൽ നിന്ന്, പേഷ്യന്റിന്റെ ബോഡിയിൽ നിന്ന് സർജറി ചെയ്ത് റിമൂവ് ചെയ്ത് മാറ്റുന്ന ടിഷ്യൂ ഒരു സ്പെഷ്യലൈസ്ഡ് പ്രൊസീജിയേഴ്സ് വഴി ബയോപ്സി ഒക്കെ ചെയ്യാൻ വേണ്ട ടിഷ്യൂവിനെ കുറിച്ചിട്ട് നല്ല രീതിയിൽ പഠനം നടത്തുന്ന ആ ഒരു പ്രൊസീജിയേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാത്തോളജിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഈ പാത്തോളജിക്കൽ അനാലിസിസ് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന റിപ്പോർട്ട് അതിനെയാണ് എന്ത് പറയുന്നത്? പാത്തോളജി റിപ്പോർട്ട് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ബയോപ്സിയുടെ ഒക്കെ റിപ്പോർട്ടുകളാണ്. ബയോപ്സി എപ്പോഴാണ് ചെയ്യുന്നത്? നമുക്ക് എന്തെങ്കിലും മുഴയോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വല്ല മുഴയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അത് റിമൂവ് ചെയ്തിട്ട്
സർജറി ചെയ്ത് റിമൂവ് ചെയ്തിട്ട് അത് ബയോപ്സിക്ക് അയക്കാറുണ്ട്. അത് നമ്മുടെ ബോഡിക്ക് ഹാർംഫുൾ ആണോ ദോഷകാരിയാണോ അല്ലെങ്കിൽ നല്ല കുഴപ്പമില്ലാത്തതാണോ എന്ന് അറിയണം. കാരണം ഹാർംഫുൾ ആണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്സ് ക്യാൻസർ അങ്ങനെ എന്തെങ്കിലും ടൈപ്പ് അസുഖമാണെങ്കിൽ മനസ്സിലാവണമെങ്കിൽ അടുത്ത സ്റ്റെപ്പുകൾ നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും, പ്രിക്യൂഷൻസ് എടുക്കേണ്ടതായിട്ട് വരും. അതറിയാൻ വേണ്ടിയിട്ടാണ് സാധാരണയായിട്ട് പാത്തോളജിക്കൽ അനാലിസിസുകൾ ചെയ്യാറ്. ഇതുവഴി കിട്ടുന്ന റിപ്പോർട്ടുകളെയാണ് നമ്മൾ പാത്തോളജിക്കൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി റേഡിയോളജി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്റേ, അതേപോലെ തന്നെ CT സ്കാൻ, MRI സ്കാൻ, അൾട്രാസൗണ്ട് സ്കാൻ ഒക്കെ ചെയ്യില്ലേ, അങ്ങനെ ചെയ്ത് കിട്ടുന്ന റിപ്പോർട്ടുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റേഡിയോളജി റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ് എക്സ്റേ, റേഡിയോ ആക്റ്റീവ് സ്കാനിങ്, തെർമോഗ്രഫി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്യൂമർ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് തെർമോഗ്രഫി എന്ന് പറയുന്നത്. സെറോഗ്രഫി, അൾട്രാസോണോഗ്രഫി, പിന്നെ നമ്മൾ പറഞ്ഞ CT സ്കാന്, MRI സ്കാന്, അൾട്രാസൗണ്ട് സ്കാൻ ഒക്കെ ചെയ്തിട്ട് കിട്ടുന്ന റിപ്പോർട്ടുകളെ നമ്മൾ എന്ത് പറയും, റേഡിയോളജി റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ആണ് കൺസൾട്ടേഷൻ റിപ്പോർട്ട്. നമ്മൾ പേഷ്യന്റിനെ കൺസൾട്ട് ചെയ്യുമ്പോൾ ഫിസിഷ്യൻസ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പേഷ്യൻസിനെ കൺസൾട്ട് ചെയ്ത് അതെന്താണ് പേഷ്യന്റ് എന്താണ് കണ്ടീഷൻ, ആ പേഷ്യന്റ് എന്താണ് അസുഖം എന്നുള്ളത്, ആ ഫിസിഷ്യന്റെ ഒപ്പീനിയൻ എന്താന്നുള്ളതാണ് കൺസൾട്ടേഷൻ റിപ്പോർട്ടുകളിൽ സാധാരണയായിട്ട് എഴുതാറ്. നോക്കാട്ടെ. ഇറ്റ് ഇൻക്ലൂഡ് ആൻ ഒപ്പീനിയൻ ഓഫ് ദ പേഷ്യന്റ് കണ്ടീഷൻ ബൈ എ സ്പെഷ്യലൈസ്ഡ് ഫിസിഷ്യൻ. കൺസൾട്ടേഷൻ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ആ പേഷ്യന്റിന്റെ കണ്ടീഷനെ കുറിച്ചിട്ടുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫിസിഷ്യന്റെ അഭിപ്രായത്തെയാണ് നമ്മൾ കൺസൾട്ടേഷൻ റിപ്പോർട്ടിൽ എന്ത് ചെയ്യാറ്, ഇഗ്നോർ ചെയ്യാറ്. അതർ ദാൻ എന്നുള്ളത് വേണ്ടില്ലേ, അതർ ദാൻ വെട്ടിക്കളഞ്ഞോട്ട് മിസ്റ്റേക്ക് ആണ്. അതർ ദാൻ വേണ്ട, അവിടെ അതർ ദാൻ എന്നുള്ളത് ക്യാൻസൽ ചെയ്യാം. നെക്സ്റ്റ് സെന്റൻസ് ആണ് പിന്നെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ എല്ലാവരും അതർ ദാൻ കട്ട് ചെയ്ത് കളഞ്ഞോ? ഓക്കെ, അതർ ദാൻ ഇല്ല മക്കളെ. ഇനി അതൊരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. This opinions depends upon the review of the patient's medical record. ഈ ഒപ്പീനിയനിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും, പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡിനെ കുറിച്ചുള്ള റിവ്യൂ, പേഷ്യന്റിന്റെ മെഡിക്കൽ കണ്ടീഷൻ അനലൈസ് ചെയ്ത് ആ ഫിസിഷ്യൻ എന്താണ് തോന്നിയത്. ആൻഡ് examination of the attending physician, the patient and conferencing with the attending physician. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ആ പേഷ്യന്റിനുള്ള അസുഖം, എക്സാമിൻ ചെയ്തതിൽ നിന്ന് നമ്മളെ ഫിസിഷ്യൻ എന്ത് കാര്യമാണ് മനസ്സിലായത്, അതേപോലെ എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ട് ആ പേഷ്യന്റിന്റെ മെഡിക്കൽ കണ്ടീഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ ഇതിൽ പറയുന്നത് കൺസൾട്ടേഷൻ റിപ്പോർട്ടിൽ പറയുന്നത്. സാധാരണയായിട്ട് കൺസൾട്ടേഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പേഷ്യന്റിന്റെ കണ്ടീഷനെ കുറിച്ചിട്ടുള്ള ഫിസിഷ്യന്റെ അഭിപ്രായമാണ് കൺസൾട്ടേഷൻ റിപ്പോർട്ടുകളിൽ എഴുതാറ്. അപ്പം ഈ നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷൻ ഒക്കെ ചെയ്തു, മെഡിക്കൽ ചെക്കപ്പ് ചെയ്തു, മെഡിക്കൽ റെക്കോർഡൊക്കെ പരിശോധിച്ച് എന്താണ് ഫിസിഷ്യന്റെ അഭിപ്രായം, നമ്മൾ പേഷ്യന്റിനെ കുറിച്ചിട്ടുള്ള ഫിസിഷ്യന്റെ അഭിപ്രായം എന്താണെന്നാണ് സാധാരണയായിട്ട് എന്തിൽ എഴുതാറ്, കൺസൾട്ടേഷൻ റിപ്പോർട്ടുകളിൽ എഴുതാറ്. ഓക്കെ, ഇനി അനസ്തേഷ്യ റിപ്പോർട്ടാണ്. സാധാരണയായിട്ട് അനസ്തേഷ്യ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അനസ്തേഷ്യയിൽ എത്ര ടൈപ്പ് ഉണ്ട്? പാർട്ട് 1 ആയതുകൊണ്ട് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. 3 ടൈപ്പ് ഉണ്ടോ ഓർമ്മയുണ്ട്? റീജിയണൽ അനസ്തേഷ്യ, ലോക്കൽ അനസ്തേഷ്യ, ജനറൽ അനസ്തേഷ്യ. ഓക്കെ, ഓർമ്മയുണ്ട്. അപ്പോ നമ്മൾ അനസ്തേഷ്യ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്, നമ്മൾ എന്തൊക്കെ മെഡിറ്റേഷൻ ആണ് ഓപ്പറേഷന് മുമ്പ് കൊടുക്കുന്നത്, നമ്മളിങ്ങനെ അനസ്തേഷ്യ കൊടുക്കുന്നതിന്റെ കോൺസെൻട്രേഷൻ, അതിന്റെ യൂണിറ്റ് കറക്റ്റ് അളവ് നമ്മൾ അതിൽ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. ആൻഡ് ടൈം ആൻഡ് എഫക്ട്, നമ്മൾ കൊടുക്കുന്ന സമയവും റെക്കോർഡ് ചെയ്യണം, അതിന്റെ എഫക്റ്റും നമ്മൾ റെക്കോർഡ് ചെയ്യണം. ആ പേഷ്യന്റ് എന്തെങ്കിലും നമ്മൾ അനസ്തേഷ്യ കൊടുക്കുമ്പോൾ ഭയങ്കര ശ്രദ്ധയോട് കൂടി കൊടുക്കേണ്ട ഒരു കാര്യമാണ് അനസ്തേഷ്യ. നമ്മൾ മിക്കവരും അനസ്തേഷ്യ എടുത്തിട്ടുണ്ടാവും. അപ്പൊ ലോക്കൽ അനസ്തേഷ്യ അല്ല, റീജിയണലും ജനറൽ അനസ്തേഷ്യ ഒക്കെ എന്ന് വെച്ചാൽ ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് അറിയാം. അപ്പൊ അത് കൊടുക്കുന്നത് കറക്റ്റ് അളവിൽ കറക്റ്റ് കോൺസെൻട്രേഷനിൽ വേണം കൊടുക്കാനായിട്ട്. ആ കൊടുക്കുന്ന സമയത്ത് എന്താണ് ചില പേഷ്യൻസ് ഷിവറിങ് ഒക്കെ ചെയ്യാറുണ്ട്, ഭയങ്കരമായിട്ട് ഷിവറൊക്കെ ചെയ്യാറുണ്ട്. എന്താണ് അതിന്റെ റിസൾട്ട് എന്നോ അല്ലെങ്കിൽ അതിന്റെ എഫക്റ്റ് ആണ് കൊടുക്കുന്നതൊക്കെ എഴുതി വെക്കേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ ഫുൾ ആയിട്ട് ജനറൽ അനസ്തേഷ്യ ആണെങ്കിൽ ബോഡി ഫുൾ ആയിട്ട് പാരലൈസ്ഡ് ആക്കും. റീജിയണൽ അനസ്തേഷ്യ ആണെങ്കിൽ നമ്മൾ എവിടെയാണോ ഏത് ഭാഗമാണോ എന്താണ് സഡേഷൻ ഉദ്ദേശിക്കുന്ന ആ ഭാഗം
ഫുള്ളായിട്ട് എന്തായി സഡേഷൻ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താ പറയാ അതിലേക്കുള്ള കിട്ടുന്നുണ്ടോ എന്നൊക്കെ കറക്റ്റ് ആയിട്ട് എഴുതി വെക്കണം. അപ്പോൾ സാധാരണയായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് മെഡിക്കേഷൻ ബിഫോർ ഓപ്പറേഷൻ. എന്തൊക്കെ മെഡിക്കേഷൻ ആണ് നമ്മൾ ഓപ്പറേഷന് മുമ്പ് കൊടുക്കുന്ന ഒരു കാര്യമാണ് എന്ത് അനസ്തേഷ്യ എന്ന് പറയുന്നത്. ദ എമൗണ്ട് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് അനസ്തേഷ്യ ഗിവൺ. നമ്മൾ ആ പേഷ്യന്റിന് എന്തോരം എമൗണ്ട് ആണ് അനസ്തേഷ്യ ആയിട്ട് കൊടുത്തിരിക്കുന്നത്, ടൈം എപ്പോഴാണ് കൊടുത്തത്, എഫക്റ്റ്. ഇനി ഓൾസോ ഇൻക്ലൂഡ് അനസ്തേഷ്യക് ഏജന്റ്, the amount, the technique used to execute it, the effects and the duration of the anesthetic, the temperature, pulse, respiration and blood pressure, etc. നമ്മൾ ആ അനസ്തേഷ്യ ആരാണ് കൊടുത്തത്, എത്ര എമൗണ്ട് ആണ് കൊടുത്തത്, ഏത് ടെക്നിക് ആണ് യൂസ് ചെയ്തത്, റീജിയണൽ ആണോ ജനറൽ ആണോ, അതേപോലെ തന്നെ ജനറൽ ആണെങ്കിൽ IV മാസ്ക് ഉപയോഗിച്ചിട്ടാണോ, മാസ്ക് ഉപയോഗിച്ചാണെങ്കിൽ IV ആണോ, വെയിൻ ആണോ ചെയ്തത്, എന്താണെന്നുള്ളത് സ്പെസിഫൈ ചെയ്തിരിക്കണം. അതിന്റെ ഇഫക്റ്റ്, ഡ്യൂറേഷൻ ഓഫ് എത്ര നേരത്തേക്കാണ് ആ പേഷ്യന്റ് അനസ്തേഷ്യ കൊടുത്തിരിക്കുന്നത്, ഈ അനസ്തേഷ്യ കൊടുത്തതിന് ശേഷം ആ പേഷ്യന്റ് ടെമ്പറേച്ചർ എങ്ങനെയുണ്ട്, പൾസ് എങ്ങനെയാണ്, റെസ്പിറേഷൻ എങ്ങനെയാണ്, ബ്ലഡ് പ്രഷർ എങ്ങനെയാണ്, അതേപോലെ റീജിയണൽ അനസ്തേഷ്യ ആണെങ്കിൽ നമ്മുടെ കോൺഷ്യസ്നെസ് എത്രയാണെന്ന് കൂടി എഴുതാറുണ്ട്. കോൺഷ്യസ്നെസ് ഉണ്ടോ എന്നുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺഷ്യസ്നെസ് എത്ര ഉണ്ട് എന്നുള്ളത് എഴുതാറുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അനസ്തേഷ്യ റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഒന്നും കൂടി ശ്രദ്ധിക്കാം. നമ്മൾ ഓപ്പറേഷന് മുമ്പ് കൊടുക്കുന്ന ഒരു മെഡിക്കേഷൻ അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ ആണ് അനസ്തേഷ്യ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അനസ്തേഷ്യ റിപ്പോർട്ടുകളിൽ സാധാരണയായിട്ട് എമൗണ്ട് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് അനസ്തേഷ്യ ഗിവൺ, നമ്മൾ എത്ര കോൺസെൻട്രേഷൻ ആണ്, എത്ര യൂണിറ്റ്സ് ആണ് അനസ്തേഷ്യ, അല്ലെങ്കിൽ എത്ര കോൺസെൻട്രേഷൻ ആണ് നമ്മൾ ആ പേഷ്യന്റ് കൊടുത്തിരിക്കുന്നത്, എപ്പോഴാണ് കൊടുത്തിരിക്കുന്നത്, അതിൽ നിന്ന് ആ സമയത്ത് പേഷ്യന്റ് എഫക്ട് എങ്ങനെയാണ്, അതേപോലെ നമ്മൾ ആരാണ് അനസ്തേഷ്യ കൊടുത്തത്, എത്ര എമൗണ്ട് ആണ്, അതേപോലെ ഏത് ടെക്നിക്ക് വഴിയാണ് അനസ്തേഷ്യ കൊടുത്തത്, അതിന്റെ എഫക്ട് എങ്ങനെയുണ്ട്, എത്ര ടൈമിലേക്കാണ് അനസ്തേഷ്യ കൊടുത്തത്, അനസ്തേഷ്യ കൊടുത്തതിന് ശേഷം പേഷ്യന്റ് ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ, അതേപോലെ ബ്ലഡ് പ്രഷർ, ഇതൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, റെക്കോർഡ് ചെയ്ത് വെക്കാറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അനസ്തേഷ്യ റിപ്പോർട്ടുകളിൽ ഇൻക്ലൂഡ് ചെയ്യാറ്. ഒന്ന് നോക്കി എല്ലാവരും. നമ്മൾ റേഡിയോളജി, പാത്തോളജി റിപ്പോർട്ട് നോക്കി, റേഡിയോളജി നോക്കി, കൺസൾട്ടേഷൻ റിപ്പോർട്ട് നോക്കി, അനസ്തേഷ്യ റിപ്പോർട്ട് നോക്കി. ജസ്റ്റ് ഒന്ന് വായിച്ചിരുന്നാലും നാലൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേ. വായിച്ചു നോക്കിയോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? നെക്സ്റ്റ് ആണ് ഓപ്പറേഷൻ റിപ്പോർട്ട്. ഓപ്പറേഷൻ റിപ്പോർട്ട്, ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പേഷ്യന്റ് എന്തെങ്കിലും സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ആ ടൈമിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന റിപ്പോർട്ടുകളെയാണ് ഓപ്പറേറ്റീവ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ഓപ്പറേഷൻ റിപ്പോർട്ടിലാണ് പേഷ്യന്റിന് കൺസെന്റ് ഫോർ സർജറി എഴുതി വാങ്ങിക്കാറ്. ആ പേഷ്യന്റിന് ഈ സർജറി ചെയ്യുന്നതിനുള്ള കൺസെന്റ്,
ചിലപ്പോൾ പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് സൈൻ ചെയ്യിക്കാറുണ്ട്. അതേപോലെ തന്നെ പേഷ്യന്റിന് ലീഗൽ അല്ലെങ്കിൽ ലീഗൽ റെപ്രസെന്റേറ്റീവിന്റെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സൈൻ ചെയ്യിക്കാറുണ്ട്. അതേപോലെ പ്രീ അനസ്തീഷ്യ, അനസ്തീഷ്യ, അതേപോലെ പോസ്റ്റ് അനസ്തീഷ്യ റിപ്പോർട്ടുകളൊക്കെ ഓപ്പറേറ്റീവ് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. എന്തൊക്കെയാണ് പ്രീ അനസ്തീഷ്യ, അനസ്തീഷ്യ, പിന്നെ പോസ്റ്റ് അനസ്തീഷ്യ റിപ്പോർട്ടുകളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. പ്രീ ഓപ്പറേറ്റീവ് ഡയഗ്നോസിസ്, നമ്മൾ സർജറി ചെയ്യുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് ഈ സർജറി ചെയ്യാനുണ്ടായ കാരണം, എന്താണ് അതിന്റെ റീസൺ, അതിന്റെ റെക്കോർഡ് നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ ഓപ്പറേറ്റീവ് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. നമുക്ക് നോക്കാം. ഇറ്റ് ഇൻക്ലൂഡ്സ് കൺസെപ്റ്റ് ഫോർ സർജറി. പേജ് നമ്പർ എനിക്ക് അറിഞ്ഞൂടാ. ഫ്രണ്ട്സ് ആരെങ്കിലും ഒന്ന് പേജ് നമ്പർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ. It includes the consent for surgery. ഇതിലാണ് നമ്മുടെ പേഷ്യന്റിന്റെ കൺസെന്റ്, സാധാരണയായിട്ട് കൺസെന്റ് ഇൻക്ലൂഡ് ചെയ്യാറ്. പ്രീ അനസ്തേഷ്യ, അനസ്തേഷ്യ, പോസ്റ്റ് അനസ്തേഷ്യ റിപ്പോർട്ടുകൾ നമ്മൾ ഓപ്പറേറ്റീവ് റിപ്പോർട്ടുകളിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. പ്രീ ഓപ്പറേറ്റീവ് ഡയഗ്നോസിസ് ഷുഡ് ബി റെക്കോർഡ് ബിഫോർ സർജറി. നമ്മൾ സർജറി ചെയ്യുന്നതിന് മുമ്പായിട്ട് പ്രീ ഓപ്പറേറ്റീവ് ഡയഗ്നോസിസ്, എന്തുകൊണ്ടാണ് ഈ സർജറി ചെയ്യാനുണ്ടായ കാരണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, റെക്കോർഡ് ചെയ്യാറുണ്ട്. It involves, അല്ലെന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, full description of the detection of both normal and abnormal. നമ്മൾ നോർമൽ ആയിട്ട് അബ്നോർമൽ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ബോഡിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ്, ദ ഓർഗൻ എക്സ്പ്ലോർഡ്, എന്തെങ്കിലും ഓർഗൻസിന് വന്നിരിക്കുന്ന മാറ്റങ്ങൾ, ദെൻ പ്രൊസീജിയേഴ്സ്, സ്റ്റിച്ചേഴ്സ്, ട്രെയിൻസ്, പോയിന്റ്സ് യൂസ്ഡ്, നെയിം ഓഫ് ദ സർജൻ ആൻഡ് അസിസ്റ്റന്റ്. എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്, എന്തൊക്കെ പ്രൊസീജിയർ ആണ് എടുത്തത്. സ്റ്റിച്ചസിനെയാണ് സ്റ്റിച്ചേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. സ്റ്റിച്ചസിനെയാണ് എന്ത് പറയുന്നത്, നമ്മള് സ്റ്റിച്ച് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, സ്റ്റിച്ചേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ, സ്റ്റിച്ച് ചെയ്യുന്നതാണ്. പിന്നെ ട്രെയിൻസോ അതേപോലെ സ്പോഞ്ചസ് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേപോലെ നമുക്ക് ഈ ഓപ്പറേഷൻ ചെയ്ത സർജന്റെ പേരും അതേപോലെ ഫസ്റ്റ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ അസിസ്റ്റന്റിന്റെ പേരും നമ്മൾ ഓപ്പറേറ്റീവ് റിപ്പോർട്ടിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, രേഖപ്പെടുത്താറുണ്ട്. അപ്പൊ എന്തൊക്കെ നമ്മൾ കൺസെന്റ്, സർജറിക്ക് മുമ്പുള്ള കൺസെന്റ് മുതൽ എല്ലാം വ്യക്തമായിട്ട് ഇതൊക്കെ കാര്യങ്ങളാണ്, ഡയഗ്നോസിസ് ആണ് പേഷ്യന്റിന്റെ സർജറി നമുക്ക് കണ്ടെത്തിയത്, എന്തൊക്കെ ഓപ്പറേറ്റീവ് ഡയഗ്നോസിസ് എന്തൊക്കെയായിരുന്നു, ഈ ഓപ്പറേഷൻ ചെയ്യാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്, അബ്നോർമലും നോർമൽ ആയിട്ടുള്ള ഓർഗൻസിനെ കുറിച്ച്, ജനറൽ ഓർഗൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, എന്ത് പ്രൊസീജിയേഴ്സ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്ത്, സ്റ്റിച്ച് എന്തോരം സ്റ്റിച്ച് ഉണ്ട്, എന്തോരം ട്രെയിൻ, അതേപോലെ സ്പോഞ്ചസ് യൂസ് ചെയ്തിട്ടുണ്ട്, അതേപോലെ കറക്റ്റ് ആയിട്ട് നെയിം ഓഫ് ദ സർജൻ, ഈ സർജറി ചെയ്ത വ്യക്തിയുടെ പേരും അസിസ്റ്റൻസിന്റെ പേരും വ്യക്തമായിട്ട് എന്തിൽ റെക്കോർഡ് ചെയ്യണം, ഓപ്പറേറ്റീവ് റിപ്പോർട്ടിൽ, ഓപ്പറേഷൻ റിപ്പോർട്ടിൽ റെക്കോർഡ് ചെയ്യണം. ദെൻ വന്നത് റിക്കവറി റൂം റെക്കോർഡാണ്. നമ്മുടെ പേഷ്യന്റിനെ ഓപ്പറേറ്റീവ് റൂമിൽ നിന്ന് നേഴ്സിംഗ് റൂമിലേക്ക് മാറ്റും. അപ്പൊ അത്രയും നേരത്തെ പേഷ്യൻസിന്റെ details. It includes complete record from the time of the patient leaves the operating room till he reaches the nursing room. Nursing room വരെ എത്തുന്നവരെയുള്ള ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് റിക്കവറി റൂം റെക്കോർഡിൽ നമ്മൾ എഴുതാറ്. നെക്സ്റ്റ് ആണ് നേഴ്സിംഗ് നോട്ട്സ്. നമ്മൾ നേഴ്സ്, നമുക്ക് ഫിസിഷ്യൻസ് ഡോക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ ചിലപ്പോൾ ഡെയിലി ഒരു പ്രാവശ്യം മാത്രമേ ചെയ്യാറുള്ളൂ. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം പേഷ്യന്റ് ആയിട്ട് കൂടുതലായിട്ട് കോണ്ടാക്റ്റിൽ വന്നത് ആരാണ്, നേഴ്സാണ്. അപ്പൊ നേഴ്സ് പേഷ്യന്റിനെ ഒബ്സർവ് ചെയ്തിട്ട് അവർക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് കൊടുത്തത്, എന്തൊക്കെ റെസ്പോൺസ് ആണ് എന്നുള്ള കാര്യങ്ങൾ, ആ നേഴ്സിന് എന്താണ് ആ പേഷ്യന്റെ പ്രോബ്ലം, എന്തൊക്കെയാണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പൊ ആ ഡീറ്റെയിൽസ് ആയിരിക്കും സാധാരണയായിട്ട് നേഴ്സിംഗ് റിപ്പോർട്ടിൽ നേഴ്സുകൾ എന്ത് ചെയ്യാറ്, രേഖപ്പെടുത്താറ്. നമുക്ക് നോക്കാം. ഇറ്റ് ഇൻക്ലൂഡ്സ് the nurse observation of the patients. Nurse എന്താണ് പേഷ്യന്റിൽ കണ്ടത്, ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കിയത്. കെയർ ആൻഡ് ട്രീറ്റ്മെന്റ് given to the patient. നമ്മൾ എന്ത് കെയർ ആണ് പേഷ്യന്റിന് കൊടുത്തത്, എന്ത് ട്രീറ്റ്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്തത്. ആൻഡ് ദ പേഷ്യന്റ് റെസ്പോൺസ് ടു ട്രീറ്റ്മെന്റ്, നമ്മൾ കൊടുത്ത ട്രീറ്റ്മെന്റ് പേഷ്യന്റ് റെസ്പോൺസ് എന്തായിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ നേഴ്സിംഗ് നോട്ട്സുകളിൽ എന്ത് ചെയ്യാറുണ്ട്, എഴുതി വെക്കാറുണ്ട്. It narrates the patient requirements, problems, capabilities and limitation in respect of patient behavior.
ഇതിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്? പേഷ്യൻസിന്റെ ആവശ്യകതകൾ, പേഷ്യന്റ് ഫേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്, പേഷ്യന്റ് എന്തൊക്കെ കാര്യങ്ങൾ കാപ്പബിലിറ്റീസ് ഉണ്ട്, എന്തൊക്കെ ലിമിറ്റേഷൻ, എന്തൊക്കെ ചെയ്യാൻ പറ്റാത്തതുണ്ട്, അതെല്ലാം നമ്മൾ പേഷ്യന്റ് ബിഹേവിയർ അടക്കം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഈ റെക്കോർഡിൽ നേഴ്സിംഗ് നോട്ട്സിൽ വ്യക്തമായിട്ട് എഴുതാറുണ്ട്. This document includes a statement of nursing measure which has to take to facilitate medical care provided. നമ്മൾ കൊടുത്തിരിക്കുന്ന എന്ത് കെയർ ആണ് മെഡിക്കൽ കെയർ പ്രോപ്പർ ആയിട്ട് കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് നേഴ്സിംഗ് നോട്ട് എന്ന് പറയുന്നത്. നേഴ്സിംഗ് നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേഴ്സിന് പേഷ്യന്റിനെ കുറിച്ചിട്ടുള്ള ഒബ്സർവേഷൻസും നമ്മൾ കൊടുത്ത കെയർ ട്രീറ്റ്മെന്റിന് പേഷ്യൻസിന്റെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുന്നത്. ഇനി പേഷ്യൻസിന് എന്തെങ്കിലും റിക്വയർമെന്റ്സോ പ്രോബ്ലംസോ എന്തെങ്കിലും ലിമിറ്റേഷൻസോ ഫേസ് ചെയ്യാണെങ്കിൽ അത് നമ്മൾ നേഴ്സിംഗ് നോട്ടിൽ എന്ത് ചെയ്യാറുണ്ട്? എഴുതി സൂക്ഷിക്കാറുണ്ട്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ്? നേഴ്സിന്റെ മെഷേഴ്സ് ആണ്. എന്താണ് നമ്മൾ കൊടുത്ത കെയറിൽ നിന്ന് ആ പേഷ്യന്റിന് എന്തൊക്കെ റിക്കവർ ചെയ്യാൻ പറ്റിയ, പേഷ്യന്റ് എങ്ങനെ മാറാൻ പറ്റി, അല്ലെങ്കിൽ എന്തൊക്കെ അസുഖങ്ങൾ റിക്കവർ ചെയ്യാൻ പറ്റിയ എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ നേഴ്സിംഗ് നോട്ട് ഉണ്ടാവും. അപ്പൊ ജസ്റ്റ് പ്രോഗ്രസ് എങ്ങനെയുണ്ട് എന്നുള്ളതാണ് ഇത് നേഴ്സിംഗ് നോട്ടിൽ നേഴ്സ് എഴുതി വെക്കാറ്. ഓക്കെ, ഇനിയാണ് TPR നോട്ട് എന്ന് പറയുന്നത്. നമ്മൾ ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻസ്, അതേപോലെ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യാറുണ്ട്. ചിലപ്പോൾ മോർണിംഗും ഈവനിങ് ആയിരിക്കും ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം ലിസ്റ്റ് ചെയ്യുന്നത് ഒരു ഫോമിലാണ്. ഏത് ചാർട്ടിലാണ്? TPR ചാർട്ടിലാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്? റെക്കോർഡ് ചെയ്യുന്നത്. എന്തൊക്കെയാണ്? ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ, ബ്ലഡ് പ്രഷർ നമ്മൾ മെഷർ ചെയ്ത് ലിസ്റ്റ് ചെയ്യുന്നത് TPR ചാർട്ടുകളിലാണ്. ഓക്കെ, TPRന്റെ ഫുൾ ഫോം ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ കേട്ടോ. ഇനി ചിത്രം വരച്ചു നോക്കിയേ. എന്തൊക്കെയാ നമ്മളിപ്പോ പറഞ്ഞത്? ഓപ്പറേറ്റീവ് റിപ്പോർട്ട്, റിക്കവറി റൂം റെക്കോർഡ്, നേഴ്സിംഗ് നോട്ട്, TPR ചാർട്ട്. നോക്കിയാ നിങ്ങള് വായിച്ചു നോക്കിയാ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, നെക്സ്റ്റ് ആണ് മെഡിറ്റേഷൻ ഷീറ്റ്. നമ്മൾ എന്തൊക്കെ മെഡിസിൻസ് ആണ് നമ്മൾ എന്ത് ചെയ്ത് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്, എന്തൊക്കെയാണ് ആ പേഷ്യൻസിന് മെഡിസിൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് കൊടുത്തിരിക്കുന്നതെന്നാണ് മെഡിറ്റേഷൻ ഷീറ്റിൽ പറയാം. അതുപോലെ ഡേറ്റ്, അതേപോലെ ടൈം, നെയിം ഓഫ് ദ മെഡിസിൻ, മെഡിസിന്റെ പേര്, റിക്കവറി റിപ്പോർട്ട് നേഴ്സിംഗ് തന്നെയാണ് കേട്ടോ. നേഴ്സിംഗ് റൂമിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഹെഡ് നേഴ്സ് ആയിരിക്കും കേട്ടോ. TPR ഒക്കെ സാധാരണയായിട്ട് നേഴ്സാണ് മെയിൻറ്റെയിൻ ചെയ്യാറ്. ഈ മെഡിറ്റേഷൻ ഷീറ്റ് ആണ് നമ്മൾ പറഞ്ഞത്. മെഡിറ്റേഷൻ ഷീറ്റ് എന്തൊക്കെ മെഡിസിൻസ് ആണ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ അത് കഴിക്കാനായിരിക്കും, ചിലപ്പോൾ അത് എന്തായിരിക്കും ഇഞ്ചക്ഷൻ രൂപത്തിലായിരിക്കും നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് കയറ്റി വിടുന്നത്. അപ്പൊ ഇത് ഏത് ടൈപ്പ് ആണ്? ഓറൽ ആണോ, അല്ലെങ്കിൽ ഇൻഹലേഷൻ ആണോ, ഇൻഫ്യൂഷൻ ആണോ എന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ആ മെഡിസിന്റെ ഡീറ്റെയിൽ എഴുതണം. ദെൻ നമ്മൾ ആ മെഡിസിൻ കൊടുത്ത ഡേറ്റ്,
ടൈം, എന്താണ് നമുക്ക് കൊടുക്കാൻ മെഡിസിൻ, ആ മെഡിസിന്റെ ഫുൾ നെയിം, ഡോസേജ്, അതേപോലെ റിപ്പീറ്റ് എത്ര ടൈം. ചിലപ്പോൾ മെഡിസിൻ ആണെങ്കിൽ നമ്മളിപ്പോ എന്താ പറയാ മോർണിംഗോ ഈവനിങ്, അതേപോലെ നൈറ്റ്, അങ്ങനെ 3 നേരം ചിലപ്പോൾ കഴിക്കാനൊക്കെ പറയും. അപ്പൊ അതിന്റെ റുട്ടീൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ആയിട്ട് എന്തിൽ എഴുതി വെക്കാറുണ്ട്, മെഡിറ്റേഷൻ ഷീറ്റിൽ എഴുതി വെക്കാറുണ്ട്. It provides the documentation of the medicine given orally, topically by inhalation and infusion. സാധാരണയായിട്ട് നമ്മുടെ ഓറലായിട്ട് കൊടുക്കുന്നതിന് വായാൽ കൊടുക്കുന്നതോ അല്ലെങ്കിൽ ബൈ ഇൻഹലേഷൻ നമ്മൾ അല്ലെങ്കിൽ ഇൻഫ്യൂഷൻ വഴിയാണോ ബ്ലഡിലേക്ക് ഇൻജെക്ട് ചെയ്ത് കൊടുക്കും. ചില മെഡിസിൻസ് ഒക്കെ എന്താണ് നമ്മുടെ ആ ഡ്രഗ്സ് ഒക്കെ നമ്മുടെ മെഡിസിൻ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് അത് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്കാണ് കയറ്റാറ്. ബ്ലഡ് സ്ട്രീമിലേക്ക് നമ്മൾ ഇൻജെക്ട് ആണ് ചെയ്യാറ്. അതെങ്ങനെയാണ് കൊടുത്തതെന്നുള്ളത് ഡേറ്റ്, ടൈം, നെയിം ഓഫ് ദ ഡ്രഗ്, എപ്പോഴാണ് കൊടുത്തത്, എന്നാണ് കൊടുത്തത്, ആ ഡ്രഗ്സിന്റെ പേര് എന്താണ്, ഡോസേജ് എത്രയാണ്, അത് റുട്ടീൻ എത്ര പ്രാവശ്യം കൊടുത്തു, ബൈ വിച്ച് ഈസ് it was given or documented after the drug has been administered. നമുക്ക് ഈ ഡ്രഗ്സ് കൊടുത്തതിന് ശേഷം, മെഡിസിൻ കൊടുത്തതിന് ശേഷം നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ ഡോക്യുമെന്റ് എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്ത് വെക്കണം. അപ്പോ നമ്മള് മെഡിറ്റേഷൻ ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡോക്യുമെന്റ് ആണ്. നമ്മൾ എന്തൊക്കെ മെഡിസിൻസ് ആണ് പേഷ്യന്റിന് ഓറലി ഓർ ഇൻഹലേഷൻ അല്ലെങ്കിൽ ഇൻഫ്യൂഷൻ വഴി കൊടുത്തിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മെഡിറ്റേഷൻ ഷീറ്റിൽ എഴുതി വെക്കണം. ഡേറ്റ്, ടൈം, നെയിം ഓഫ് ദ ഡ്രഗ്സ്, ഡോസേജ് എത്രയാണ്, റുട്ടീൻ എത്രയാണെന്നുള്ളത് നല്ല വ്യക്തമായിട്ട് ആ മെഡിറ്റേഷൻ ഷീറ്റിൽ വ്യക്തമായിട്ട് എഴുതണം. ഇനി മിസ്സലേനിയസ് റിപ്പോർട്ടാണ്. സ്പെഷ്യലൈസ് നമ്മള് സ്പെഷ്യലൈസ്ഡ് കെയർ ഒക്കെ ICU-ലും CCU-ലൊക്കെ സ്പെഷ്യലൈസ്ഡ് കെയർ ഒക്കെ കൊടുക്കാറുണ്ട് പേഷ്യൻസ്. നമ്മള് ICU പഠിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അവിടെ കൊടുക്കുന്ന കെയർ എന്തൊക്കെയാണെന്ന് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കും, എഴുതി സൂക്ഷിക്കാറുണ്ട്. ആ റെക്കോർഡിനെയാണ് മിസ്സലേനിയസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. നമ്മൾ ICU-ലോ CCU-ലോ വെച്ചിട്ട് പേഷ്യന്റിന് കൊടുക്കുന്ന സ്പെഷ്യലൈസ്ഡ് കെയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മിസ്സലേനിയസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. The specialized care unit of the hospital, such as the ICU and CCU, etc., are included in this form. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നമ്മൾ ICU-ലോ CCU-ലോ വെച്ച് കൊടുക്കുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ട് കൊടുക്കുന്ന റിപ്പോർട്ടുകളാണ് മിസ്സലേനിയസ് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇനി ഫിസിക്കൽ തെറാപ്പി, നമ്മൾ പേഷ്യന്റിന് സ്ട്രോക്ക് ഒക്കെ വന്നിട്ടുള്ള പേഷ്യന്റിന് ഫിസിക്കൽ തെറാപ്പിയോ ട്രീറ്റ്മെന്റ് കൊടുക്കാറുണ്ട് അല്ലെ, ഫിസിക്കൽ തെറാപ്പി കൊടുക്കാറ്. അത് ഇങ്ങനെയാണ് കൊടുത്തത്, അതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയായിരുന്നു, അവർക്ക് എന്തൊക്കെ എക്സസൈസ്, ഇപ്പൊ നമ്മൾ സാധാരണയായിട്ട് ഫിസിക്കൽ തെറാപ്പി കൊടുക്കുമ്പോൾ അത് ചെയ്യിപ്പിക്കണം, പേഷ്യന്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കണം, ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ അതൊക്കെ എന്തൊക്കെ എക്സസൈസ് ആണ് ചെയ്യിപ്പിച്ചത്, അത് എന്ത് മെത്തേഡ്, ഹീറ്റ് ഉപയോഗിച്ചിട്ടാണോ, കോൾഡ് ഉപയോഗിച്ചിട്ടാണോ, വാട്ടർ ഉപയോഗിച്ചാണോ, ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ടുണ്ടോ, അൾട്രാസൗണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഫിസിക്കൽ മീൻസ് എന്ത് ഉപയോഗിച്ചിട്ടാണ് ഫിസിക്കൽ തെറാപ്പി നമ്മൾ ആ പേഷ്യന്റ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് എഴുതി സൂക്ഷിക്കണം. കാരണം നമ്മൾ ഈ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടോ എന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ട്രീറ്റ്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്തതെന്ന് നമുക്ക് റെഫറൻസിന് വേണ്ടിയിട്ടായാലും എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി, എന്തെങ്കിലും ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എഴുതി സൂക്ഷിക്കണം. കാരണം നമ്മളത് കൊടുത്തിട്ടാണ് പേഷ്യന്റ് അസുഖം മാറി പറയുമ്പോൾ ചിലപ്പോൾ അത് വിശ്വസിക്കുന്നില്ല. നമ്മളത് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഇന്ന ട്രീറ്റ്മെന്റ് ഇന്നതൊന്നും കൊടുത്തിട്ടുണ്ട്, ഇന്നതാണ് ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ, ഇന്ന പോലെയാണ് ആ പേഷ്യന്റ് റിസൾട്ട്. അപ്പൊ ഓരോ ദിവസം നമ്മൾ എന്തൊക്കെ എക്സസൈസ് ആണ് കൊടുക്കുന്നത്, എന്തൊക്കെ തെറാപ്പീസ് ആണ് നമ്മൾ ഫോളോ ചെയ്തെന്നുള്ളത് നമ്മൾ ഈ ഫിസിക്കൽ തെറാപ്പി റിപ്പോർട്ടിൽ എഴുതി സൂക്ഷിക്കണം. It gives the description of the assessment and treatment, which include the use of exercise, heat, cold, water, electricity, ultrasound, and physical means to bring back the patient to useful activities. നമ്മൾ പേഷ്യന്റിന് പഴയ ഒരു രീതിയിലേക്ക് മുമ്പത്തെ പോലെ തന്നെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണോ ചെയ്തത് ആ എല്ലാ ചെയ്തിരിക്കുന്ന ആക്ടിവിറ്റീസും അതിന്റെ റിസൾട്ടും അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനും നമ്മൾ ഫിസിക്കൽ തെറാപ്പി റിപ്പോർട്ടിൽ എഴുതി സൂക്ഷിക്കേണ്ടതുണ്ട്. സോഷ്യൽ സർവീസ് ഡാറ്റയാണ് പറയുന്നത്. ഇത് മസ്റ്റ് കൺസിസ്റ്റ് ദ background, social information, and the problems identified by the patient, his family, and social worker. ഇനി നമ്മൾ ആ പേഷ്യന്റിനെ കുറിച്ചിട്ട് പേഷ്യന്റ് ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്, എന്തൊക്കെ സോഷ്യൽ ഇൻഫർമേഷൻസ് ആണ് കിട്ടിക്കുന്നത്, പേഷ്യന്റ്
ഫേസ് ചെയ്യുന്ന ചിലപ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് പേഷ്യന്റ് ഫേസ് ചെയ്യുന്നുണ്ടാവും. പേഷ്യന്റ് ഫാമിലീസും ഫേസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതെല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് സോഷ്യൽ സർവീസ് ഡാറ്റയിൽ എന്ത് ചെയ്യാറുണ്ട്, റിപ്പോർട്ട് രേഖപ്പെടുത്താറുണ്ട്. ഇതിനു വേണ്ടിയിട്ടാണ് സോഷ്യൽ സർവീസ് ഡാറ്റാസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മൾ എന്താ പറയുന്നത്, പേഷ്യന്റിന്റെ സോഷ്യൽ ഇൻഫർമേഷൻസ്, അതേപോലെ ബാക്ക്ഗ്രൗണ്ട് പ്രോബ്ലംസ്, പേഷ്യന്റ് ഫാമിലിയോ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാറുണ്ട്. ആ റെക്കോർഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോഷ്യൽ സർവീസ് ഡാറ്റ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഡിസ്ചാർജ് സമ്മറി. നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് പേഷ്യന്റ് അസുഖം മാറി നമ്മൾ എന്ത് ചെയ്തു, ഡിസ്ചാർജ് ആക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പേഷ്യന്റിന് ഒരു ഒരു വീണ്ടും നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. ബ്രീഫായിട്ട് പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് വന്നു, ആ കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ്, ആ കോഴ്സ് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഒന്ന് വ്യക്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റിക്കവർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു റിപ്പോർട്ടിൽ എഴുതി സൂക്ഷിക്കും. പേഷ്യന്റ് അഡ്മിഷൻ ചെയ്തിട്ടുള്ളതാണ് കണ്ടീഷൻ, ഞങ്ങൾ ഇന്ന ട്രീറ്റ്മെന്റ് ആണ് കൊടുത്തത്, ഇന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റി, ഇന്ന പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്തു, ഇന്ന തെറാപ്പീസ്, ഇന്ന ട്രീറ്റ്മെന്റ്സ് കൊടുത്തു, ഇന്ന ട്രീറ്റ്മെന്റ്സിന് ഇന്നതായിരുന്നു പേഷ്യന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ റെസ്പോൺസ്. അത് കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ പേഷ്യന്റിന്റെ കണ്ടീഷൻ ഇന്നതാണ്. അതേപോലെ നമ്മുടെ പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഇന്ന മെഡിസിൻസ് ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഇത്രയും ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നമ്മുടെ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഡയറ്റ് ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഡയറ്റീഷ്യൻ എന്ത് ചെയ്യാറുണ്ട്, കറക്റ്റ് ഡയറ്റ് പറയാറുണ്ട്. അപ്പൊ ഡയറ്റീഷ്യൻ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞതെന്നും, അതേപോലെ ഫോളോ അപ്പ് കെയർ, ഇനി അടുത്ത സിറ്റിംഗ് എപ്പോഴാണ്, ട്രീറ്റ്മെന്റിന്റെ ഫോളോ അപ്പ് കെയർ എങ്ങനെയൊക്കെ ആവണം എന്നുള്ളത് വ്യക്തമായിട്ട് എന്തിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും, ഡിസ്ചാർജ് സമ്മറിയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നോക്കാം. ഇറ്റ് ഈസ് എ ബ്രീഫ് recapitulation of the patient course in the hospital. എന്തുകൊണ്ടാണ് പേഷ്യന്റ് നമ്മുടെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് എടുക്കുന്നതിനെ കുറിച്ചിട്ടും വ്യക്തമായിട്ടുള്ളൊരു എന്താ പറയാ, വീണ്ടും നമ്മൾ അതൊന്ന് റിക്കവർ ചെയ്യുന്നതിനെയാണ് ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത്. ഇത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ഇൻവോൾവ് ദ റീസൺ ഫോർ ഹോസ്പിറ്റലൈസേഷൻ, എന്തുകൊണ്ടാണ് പേഷ്യന്റ് ഹോസ്പിറ്റലൈസ് ആയത്, സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്സ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അതിൽ നിന്ന് കണ്ടെത്താനായിട്ട് പറ്റിയത്, ഫ്രം ദ എക്സാമിനേഷൻ, നമ്മൾ ആ പേഷ്യന്റിനെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ എന്തൊക്കെ സിഗ്നിഫിക്കൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടെത്താനായിട്ട് പറ്റിയത്, പ്രൊസീജിയേഴ്സ്, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്തത്, തെറാപ്പീസ് ഗിവൺ ആൻഡ് ദ റെസ്പോൺസ്, നമ്മൾ കൊടുത്ത ട്രീറ്റ്മെന്റിന് തെറാപ്പിക്ക് പേഷ്യന്റിന്റെ റെസ്പോണ്ട് എന്തായിരുന്നു, അതേപോലെ തന്നെ കണ്ടീഷൻ അറ്റ് ദ ടൈം ഓഫ് ഡിസ്ചാർജ്, നമ്മുടെ പേഷ്യന്റ് ഡിസ്ചാർജ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്താണ്, പിന്നെ ഇൻസ്ട്രക്ഷൻ പ്രൊവൈഡഡ് റിഗാർഡിംഗ് മെഡിറ്റേഷൻ, നമ്മൾ എന്തൊക്കെ മെഡിസിൻസ് ഫോളോ ചെയ്യണമെന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ പേഷ്യന്റിന് കൊടുത്തിരിക്കുന്നത്. പിന്നെന്താണ് ഫിസിക്കൽ ആക്ടിവിറ്റീസ്, നമ്മൾ ഈ പേഷ്യന്റ് എന്തൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആണ് ഡെയിലി ലൈഫിൽ അദ്ദേഹം ഫോളോ ചെയ്യേണ്ടത്, അതേപോലെ ഡയറ്റ് എന്തൊക്കെ ഫോളോ ചെയ്യണം, ഈ ഫോളോ അപ്പ് കെയർ എങ്ങനെയായിരിക്കണം എന്നൊക്കെയുള്ള വ്യക്തമായ ഡീറ്റെയിൽസ് ആണ് ഡിസ്ചാർജ് സമ്മറിയിൽ എന്ത് ചെയ്യാറ്, ഇൻക്ലൂഡ് ചെയ്യാറ്. നമ്മൾ ഇന്നെടുത്ത് ഏതൊക്കെയാണ്, ഇപ്പൊ ലാസ്റ്റ് എടുത്ത് മിസ്ലേനിയസ് റിപ്പോർട്ട്, ഫിസിക്കൽ തെറാപ്പി, സോഷ്യൽ സർവീസ് ഡാറ്റ ആൻഡ് ഡിസ്ചാർജ് സമ്മറി. മിസ്ലേനിയസ് റിപ്പോർട്ട് എവിടെയാണ്, ICUലും CCUലും നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യലൈസ്ഡ് കെയർ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് മിസ്ലേനിയസ് റിപ്പോർട്ടുകളാണ്. നമ്മൾ എന്തൊക്കെ ഫിസിക്കൽ തെറാപ്പി കൊടുത്തിട്ടാണ് നമ്മൾ ആ പേഷ്യന്റിന് എന്തൊക്കെ ഫിസിക്കൽ ട്രീറ്റ്മെന്റ് ആണ്, ഫിസിക്കൽ തെറാപ്പിക്കൽ ട്രീറ്റ്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്തത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കാറുണ്ട്. അതേപോലെ ആ തെറാപ്പി കൊടുത്തതിന് ശേഷം ആ പേഷ്യന്റ് കണ്ടീഷൻ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം കൂടി വ്യക്തമായി അതിൽ രേഖപ്പെടുത്താറുണ്ട്. സോഷ്യൽ സർവീസ് എന്ന് പറയുന്നത് പേഷ്യന്റ് ബാക്ക്ഗ്രൗണ്ട്, സോഷ്യൽ ഇൻഫർമേഷൻ, പേഷ്യന്റ് ഫാമിലിയും ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് റെക്കോർഡ് ചെയ്ത് വെക്കും. ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുമ്പോൾ ഞാനിപ്പോ പറഞ്ഞത്, നമ്മൾ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ പേഷ്യൻസ് നമ്മൾ ആദ്യം മുതൽ ഫുൾ ഡീറ്റെയിൽസ്, ഹോസ്പിറ്റലൈസേഷൻ റീസൺ മുതൽ നമ്മൾ എന്തൊക്കെ ഫോളോ അപ്പ് കെയർ ആണ് പേഷ്യന്റ് ഇനി ചെയ്യേണ്ടത്, ഡിസ്ചാർജ് ചെയ്ത് ഇവിടെ പോയതിനു ശേഷം എന്തൊക്കെ ഫോളോ അപ്പ് കെയർ ആണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് ഡിസ്ചാർജ് സമ്മറിയിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, നോട്ട് ചെയ്തിട്ടുണ്ടാവും. ഒന്ന് വായിച്ചു നോക്കിയേ.
വരച്ചു വെക്കാം. ഓക്കെ, ഇനി നമ്മള് എല്ലാവരും വായിച്ചു വെക്കാം. നമ്മൾ ഇത്രയും റിപ്പോർട്ടുകൾ നോക്കിയിട്ടുണ്ട്. റിപ്പോർട്ടുകളൊക്കെ വ്യക്തമായിട്ട് ഒന്ന് പഠിക്കാം. ഓക്കെ, വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി അസംബ്ലിംഗ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഫോംസ്. നമ്മൾ ഈ മെഡിക്കൽ റെക്കോർഡ് ഫോംസ് നമ്മൾ എങ്ങനെ അസംബിൾ ചെയ്യും, എങ്ങനെ അറേഞ്ച് ചെയ്യും എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഫോൾഡറിൽ അറേഞ്ച് ചെയ്യണം. ഫസ്റ്റ് ഔട്ട് പേഷ്യന്റ് ഫോംസ്, ദെൻ കറസ്പോൺസ്, പിന്നെ ഇൻവെസ്റ്റിഗേഷൻ, നമ്മളിപ്പോ ടെസ്റ്റ് ഒക്കെ ചെയ്തതിനുള്ള റിസൾട്ടുകളോ അല്ലെങ്കിൽ എക്സ്റേയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തത്. ദെൻ ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഇൻപേഷ്യന്റ് ഡീറ്റെയിൽസ് നമ്മൾ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം ഉള്ള ഡീറ്റെയിൽസ് നമ്മൾ അവസ്ഥയുണ്ട്. എങ്ങനെയാണ് മെഡിക്കൽ റെക്കോർഡ് ഫോമുകൾ നമ്മൾ അസംബിൾ ചെയ്യാൻ അറേഞ്ച് ചെയ്യുന്നത്? ഫസ്റ്റ് ഔട്ട് പേഷ്യന്റ് ഡീറ്റെയിൽസ്, ദെൻ കറസ്പോണ്ടൻസ്, ദെൻ ഇൻവെസ്റ്റിഗേഷൻ, അതിന്റെ ബാക്കിൽ ഇൻപേഷ്യന്റ് ഡീറ്റെയിൽസ് നോക്കാട്ടോ. എന്താണ് ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്? Contains outpatient forms and outpatient follow-up in chronological order. Other forms are attached as required. നമ്മൾ ഔട്ട്പേഷ്യന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി മാത്രം നമ്മുടെ ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യുന്ന പേഷ്യൻസിനെയാണ് ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. ഔട്ട് പേഷ്യന്റ് ഫോംസും അതേപോലെ ഔട്ട് പേഷ്യന്റ് ഫോളോ അപ്പ് ചെയ്യുന്ന ആ നോട്ടുകൾ ക്രോണോളജിക്കൽ ഓർഡറിലായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഡേറ്റ് അനുസരിച്ച് ഫസ്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ എഴുതും. നെക്സ്റ്റ് വീണ്ടും വീണ്ടും ട്രീറ്റ്മെന്റ്സിനനുസരിച്ച് നമ്മൾ ബാക്ക് അതിനനുസരിച്ച് നമ്മൾ എന്തെങ്കിലും നോട്ടുകൾ ഓർഡേഴ്സ് കൊടുക്കാറുണ്ട്. ആൻഡ് അതർ ഫോംസ് ആർ അറ്റാച്ച്ഡ് ആസ് റിക്വയർഡ്. എന്തെങ്കിലും ടെസ്റ്റ് റിസൾട്ടോ സ്കാൻ റിപ്പോർട്ടൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ അതിൽ അറ്റാച്ച് ചെയ്യാറുണ്ട്. ഔട്ട് പേഷ്യന്റ് റെക്കോർഡുകളിൽ അറ്റാച്ച് ചെയ്യാറുണ്ട്. എന്താ പറഞ്ഞത്? ഔട്ട് പേഷ്യന്റ് റെക്കോർഡ്സ് അല്ല ഫോംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് കണ്ടെയ്ൻസ് ഔട്ട് പേഷ്യന്റ് ഫോംസ് ആൻഡ് ഔട്ട് പേഷ്യന്റ് ഫോളോ അപ്സ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. കാലക്രമേണ ഉള്ള രീതിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ആദ്യത്തെ ഏറ്റവും പഴയ റെക്കോർഡായിരിക്കും ഏറ്റവും ആദ്യം പേഷ്യന്റ് ട്രീറ്റ്മെന്റിന് വേണ്ടി വന്നപ്പോൾ എടുത്തിട്ടുള്ള ചീട്ട് അല്ലെങ്കിൽ ആ ഫോം ആയിരിക്കും ഫസ്റ്റ് കാണുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ടുള്ള ഓരോ പ്രാവശ്യത്തെ വിസിറ്റിലുള്ള ഷീറ്റുകളായിരിക്കും. ദെൻ ലാസ്റ്റ് ലീസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള റിസൾട്ട് ആയിരിക്കും. അതിന് താഴെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യണം? നെക്സ്റ്റ് ഫോം അറ്റാച്ച് ചെയ്യുന്നത്. ഇനി കറസ്പോണ്ടൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും റെഫറൽ ലെറ്റേഴ്സ്, കറസ്പോണ്ടൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കത്തിടപാടുകൾ എന്നാണല്ലോ മലയാളം മീനിങ്. നമുക്ക് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്താണ് കത്തിടപാടുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് എന്തെങ്കിലും റെഫറൽ ലെറ്റർ ആയിട്ടാണോ ഈ പേഷ്യന്റ് വന്നിട്ടുള്ളത്, അഡ്മിഷന്റെ വല്ല റിക്വസ്റ്റ് ഫോമോ കൺസൾട്ടേഷൻ ഫോമോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നു. അത് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്ന കറസ്പോണ്ടൻസിൽ റെഫറൻസ് ലെറ്റർ ഫോം, എന്തെങ്കിലും റെഫറൻസ് ലെറ്റർ ആയിട്ടാണോ വന്നിരിക്കുന്നത്, അഡ്മിഷൻ റിക്വസ്റ്റ് ഫോമുകളോ consultation form, consent to an investigation, and a pro-operative checklist before operation. Operation മുമ്പത്തെ ചെക്ക്ലിസ്റ്റുകൾ, notification of still birth form, birth form വരെയുള്ള ആ ഒരു നോട്ടിഫിക്കേഷൻ, പിന്നെ ബർത്ത് നോട്ടിഫിക്കേഷൻ, മെഡിക്കൽ റിപ്പോർട്ട്, ഇൻഫെക്ഷൻ കൺട്രോൾ ഫോമോ ഇൻസിഡന്റ് റിപ്പോർട്ടുകളോ എല്ലാം നമ്മൾ ഈ കറസ്പോണ്ടൻസ് എന്ന് പറയുന്ന ഫയലിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. സാധാരണയായിട്ട് കത്തിടപാടുകളാണ് സാധാരണയായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത്. റെഫറൻസോ അഡ്മിഷൻ റിക്വസ്റ്റുകളോ എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ, കൺസൾട്ടേഷൻ ഫോമുകൾ വന്നിട്ടുണ്ടെങ്കിൽ, അതേപോലെ എന്തെങ്കിലും കൺസെന്റോ ഇൻവെസ്റ്റിഗേഷൻ ഫോമുകളോ ഓപ്പറേറ്റീവ് ചെക്ക് ലിസ്റ്റോ, അതേപോലെ നോട്ടിഫിക്കേഷൻ സ്റ്റിൽ ബർത്ത് ഫോം, ബർത്ത് നോട്ടിഫിക്കേഷൻ നമ്മൾ അങ്ങനെ അയക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് വന്നിട്ടുള്ളതോ, അല്ലെങ്കിൽ മെഡിക്കൽ റിപ്പോർട്ടുകളോ, ഇൻഫെക്ഷൻ കൺട്രോളിന്റെ വല്ല ഫോമുകളോ, ഇൻസിഡന്റ് റിപ്പോർട്ട്സുകളോ, ഈ പറഞ്ഞിട്ടുള്ള എല്ലാ റിപ്പോർട്ടുകളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത് ഹെഡിന്റെ താഴെയാണ്? കറസ്പോണ്ടൻസ് എന്ന് പറയുന്ന ആ ഒരു ഹെഡിന്റെ താഴെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ദെൻ ഇൻവെസ്റ്റിഗേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇൻവെസ്റ്റിഗേഷൻ നിങ്ങൾക്ക് അറിയാം, ലാബിലൊക്കെ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ അസുഖം എന്താണെന്ന് കണ്ടെത്താം. അത് ഇൻവെസ്റ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. കമ്പനിയിൽ ലബോറട്ടറി മൗണ്ട് ഷീറ്റ്, നമ്മുടെ ലാബിൽ നിന്നുള്ള mount sheet റിസൾട്ടുകൾ, in which all laboratory report are arranged in chronological order. നമ്മുടെ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ നമ്മുടെ ലാബിൽ ടെസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ റിപ്പോർട്ടും
ക്രോണോളജിക്കൽ ഓർഡർ എന്ന് വെച്ചാൽ എന്താ പറയാ ഡേറ്റ് അല്ലെങ്കിൽ ആ ഡേറ്റ് അനുസരിച്ചിട്ടായിരിക്കും അവർ എന്ത് ചെയ്തിരിക്കുന്ന ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതേപോലെ എക്സ്റേ മൗണ്ട് ഷീറ്റുകൾ എക്സ്റേ എടുത്തിട്ടുള്ളത് വിത്ത് ഓൾ റേഡിയോളജി റിപ്പോർട്ട് മൗണ്ടഡ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. അപ്പൊ ആ ഒരു ഹോസ്പിറ്റൽ എക്സ്റേ എടുത്തിട്ടുള്ള എല്ലാ അല്ലെങ്കിൽ എക്സ്റേ അവരുടെ റേഡിയോളജിക്കൽ റിപ്പോർട്ടുകൾ അത് ക്രോണോളജിക്കൽ ഓർഡറിൽ എന്ന് വെച്ചാൽ നമ്മൾ പഴയത് മുതലായിരിക്കും നമ്മളിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതേപോലെ ECG, EEG, അതിന്റെ അൾട്രാസൗണ്ട് എക്സാമിനേഷൻസോ എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലോ അങ്ങനെ എക്സാമിനേഷൻ ആൻഡ് എനി അതർ ഡയഗ്നോസ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് നമ്മൾ എന്തെങ്കിലും അസുഖങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ എന്ത് ചെയ്യണത് ഈ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൽ അറ്റാച്ച് ചെയ്യാറുണ്ട്. വിച്ച് ആർ കെപ്റ്റ് ഇൻ ഫോളോയിങ് ഓർഡർ. എങ്ങനെയാ ഓർഡർ കെപ്റ്റ് ചെയ്യണമെന്ന് ഫസ്റ്റ് ലാബ് റിപ്പോർട്ട്, ദെൻ പിന്നെ എക്സ്റേ റിപ്പോർട്ടുകൾ, പിന്നെ എന്താണ് പിന്നെ ECG. ECGയുടെ ഫുൾ ഫോം എന്താണ്? ECGയുടെ ഫുൾ ഫോം എന്താണ്? ഇലക്ട്രോകാർഡിയോഗ്രാം. EEGയുടെ ഫുൾ ഫോം അറിയോ? EEGയുടെ ഇലക്ട്രോ എൻസെഫലോഗ്രാം. ഓക്കെ, സി ആന്ന് തോന്നുന്നുണ്ട് കേട്ടോ. സെഫലോഗ്രാമിന് സി ആന്ന് തോന്നുന്നുണ്ട്. ആ സ്പെല്ലിംഗ് ഒന്ന് കറക്റ്റ് ചെയ്തോ കേട്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ റിപ്പോർട്ടുകളായിരിക്കും എന്ത് ചെയ്യണത് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത് എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷനിൽ. ഫസ്റ്റ് ലാബ്, നെക്സ്റ്റ് എക്സ്റേ, പിന്നെ ECG, പിന്നെ EEG, അൾട്രാസൗണ്ട് ആൻഡ് അതർ എന്തെങ്കിലും വേറെ എന്തെങ്കിലും റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ ഇത് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഇനി ഇൻപേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് ആണെങ്കിൽ നമ്മൾ ആ ഒരു ഇൻപേഷ്യന്റ് റെക്കോർഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് റെക്കോർഡ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറെ റെക്കോർഡുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇൻപേഷ്യന്റ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ റെക്കോർഡുകളും എന്തിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്? ഇൻപേഷ്യന്റ് എന്ന് പറയുന്നത് ആ ഒരു ഫോമിൽ അല്ലെങ്കിൽ ആ ഒരു ഫോൾഡറിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. ആ ഒരു contains admission and discharge sheet. ഇതിൽ എല്ലാ ഇൻപേഷ്യന്റെയും അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് ഷീറ്റുകൾ ഉണ്ടാവും. ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ എക്സാമിനേഷൻ, നമ്മൾ മെഡിക്കൽ ഹിസ്റ്ററി, അതേപോലെ ഫിസിക്കൽ എക്സാമിനേഷൻ റിപ്പോർട്ടുകൾ, കോമ ഉണ്ട്, പ്രോഗ്രസ് നോട്ടുകൾ, ദെൻ റിക്കവറി റെക്കോർഡ്, ലേബർ റെക്കോർഡുകൾ, ഡയബറ്റിക് റെക്കോർഡ്, റീസിറ്റേഷൻ റെക്കോർഡ് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ പുനരുജ്ജീവനത്തിന് റിലേറ്റ് ചെയ്യണത് പേഷ്യന്റ് ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയുണ്ട്, പുനരുജ്ജീവിച്ചു. അതേപോലെ ഏജ് റെക്കോർഡ്, ഗ്രോത്ത് ചാർട്ട് റെക്കോർഡ്സുകൾ, പിന്നെ പാരാമെഡിക്കൽ സർവീസ് റെക്കോർഡ്, നേഴ്സിംഗ് നോട്ട്സ് നമ്മളൊക്കെ പറഞ്ഞു വന്നതാണ്. ഒബ്സർവേഷൻ ചാർട്ടുകൾ, മെഡിറ്റേഷൻ റെക്കോർഡ്, ഫ്ലൂയിഡ് ബാലൻസ് ചാർട്ട്, intake output and vital sign record, discharge summary with the most remote admission field on the bottom and the most recent admission field in the top. എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും പഴക്കം ചെന്ന ഏറ്റവും അവസാനം ഏറ്റവും ആദ്യത്തെ ഏറ്റവും ടോപ്പിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ഇൻപേഷ്യൻസിന്റെ റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇൻപേഷ്യന്റെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും പഴക്കം ചെന്നത് ബോട്ടം, ഏറ്റവും മോസ്റ്റ് റിമോട്ട് അഡ്മിഷൻ ഫീൽഡ് ഏറ്റവും പഴക്കം ചെന്നത് റീസെന്റ് ആയിട്ടുള്ളത് ടോപ്പിലായിരിക്കും എന്ത് ചെയ്യുന്നത് അറേഞ്ച് ചെയ്യുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സാധാരണയായിട്ട് ഈ ഫോമുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നമ്മളത് അറേഞ്ച് ചെയ്യുന്നത്, ഈ ഫോംസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്, ഒന്നിന് പേഷ്യന്റ് എങ്ങനെയാണ് കറസ്പോണ്ടൻസ് എങ്ങനെ അറേഞ്ച് ചെയ്യും, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകൾ എങ്ങനെ അറേഞ്ച് ചെയ്യും, പേഷ്യന്റ് റിപ്പോർട്ടുകൾ എങ്ങനെ അറേഞ്ച് ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു നമ്മൾ പോർഷനിൽ പഠിച്ചത്. ഈ അസംബ്ലിംഗ് ആൻഡ് മെഡിക്കൽ റെക്കോർഡ് നിങ്ങൾ എന്തായാലും നല്ല രീതിയിൽ ഒന്ന് വായിച്ച് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ക്ലിയർ ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ ക്ലാസ് ഫൈൻഡ് അപ്പ് ചെയ്യാണ്, ടൈം ആയിട്ടുണ്ട്. സോ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ.